ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 5 മിനിറ്റിൽ നമുക്കിത് തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അധികം പഴുക്കാത്ത നേന്ത്രപ്പഴത്തിനേക്കാളും നല്ലത് കുറച്ചൊന്ന് പഴുത്തതാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് നേന്ത്രപ്പഴമൊക്കെ വാങ്ങുമല്ലേ, ആ സമയത്ത് ലാസ്റ്റ് പഴുത്ത് പോയി കഴിയുമ്പോൾ ആർക്കും കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉള്ളപ്പം പഴം ഇങ്ങനെ തയ്യാറാക്കി എടുത്താൽ വേഗം തന്നെ തീരും. അപ്പോൾ ആദ്യം തോല് കളഞ്ഞെടുത്തിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനൊന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേ കനത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇതേ ഷേപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വേണമെങ്കിൽ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്യില്ലേ, അതുപോലെ ചെയ്തെടുത്താലും മതി. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വയ്ക്കാം. തീ ഇപ്പോൾ സിമ്മിനും മീഡിയത്തിനും ഇടയിലാണ് ഇട്ടിരിക്കുന്നത്. പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാനിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യ് ആകുന്ന വിധം ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. വലിയ പാനാണെങ്കിൽ കുറച്ച് കൂടുതൽ നെയ്യ് ഒഴിക്കേണ്ടി വരും. നെയ്യ് ഉരുകി കഴിയുമ്പോഴേക്ക് നമുക്ക് ഇതിലോട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം വച്ചു കൊടുക്കാം. ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ചിട്ട് വച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പഞ്ചസാര വിതറി കൊടുക്കാം. ഇപ്പം മധുരം വേണ്ടാന്നുള്ളവർക്കാണെങ്കിൽ പഞ്ചസാര ഇടണ്ട, പക്ഷെ പഞ്ചസാര ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി താഴെ ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറമായി വരണം, അപ്പം മാത്രം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ആയി വരുമ്പോൾ നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. തീ കൂട്ടിയിടരുത് കേട്ടോ, എന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. താഴ്ഭാഗവും ഇതേ നിറത്തിലായി വരണം. ഈ സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങയും കൂടെ വിതറി കൊടുക്കാം കേട്ടോ. വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് തേങ്ങ ചിരകി എടുത്തിട്ടുള്ളെങ്കിൽ മിക്സിയിലിട്ടിട്ടൊന്ന് പസ് ബട്ടൺ അമർത്തിയാൽ മതി, ചെറിയ കഷ്ണങ്ങളായി കിട്ടും. എന്നിട്ട് ഇതുപോലെ വിതറി കൊടുക്കാം കേട്ടോ. അപ്പോൾ താഴെയും റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുത്തു മാറ്റാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം വാട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് നേന്ത്രപ്പഴമൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ പഴുത്തിട്ട് ആരും കഴിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ പാത്രം കാലിയാവും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. സ്കൂളിൽ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തു വിടാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.